ഫിലിം ഗാരേജിലേക്ക് ഇവർക്കും സ്വാഗതം. അങ്ങനെ ലാലേട്ടന്റെ എമ്പുരാൻ കൃത്യം 2 ഞായറാഴ്ചകൾ തിയേറ്ററുകളിൽ പിന്നിട്ട് 11 ദിവസങ്ങൾ പിന്നിട്ട് ഇന്ന് 12ാം ദിവസം കൂടി കിടക്കാനായിട്ട് ഒരുങ്ങുകയാണല്ലോ. ഇപ്പോഴത്തെ ലാലേട്ടനെ നായകനാക്കി പൃഥ്വിരാജ് സംവിധാനം ചെയ്ത സിനിമയുടെ കൃത്യമായ ആദ്യ 11 ദിവസത്തെ വേൾഡ് വൈഡ് ഡീറ്റെയിൽ കളക്ഷൻ, അതായത് കേരള കളക്ഷൻ, റെസ്റ്റ് ഓഫ് ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലെ കളക്ഷൻ, കൂടാതെ വിദേശ രാജ്യങ്ങളിലെ വിവിധ മേഖലകളിലെ കളക്ഷൻ ഉൾപ്പെടെയുള്ള ആകെ വേൾഡ് വൈഡ് ഡീറ്റെയിൽ കളക്ഷൻ പുറത്തു വന്നിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ കുറച്ചധികം ദിവസങ്ങളായിട്ട് കമന്റ് ബോക്സിൽ വരുന്ന സിനിമ വിജയിച്ചോ എന്നൊരു ചോദ്യത്തിനുള്ള ഉത്തരവും ഈ വീഡിയോയിൽ നൽകുകയാണ്. ഇന്ന് നേരത്തെ സിനിമയുടെ ഒഫീഷ്യൽ 80 കോടി കളക്ഷൻ പോസ്റ്റർ വന്നിരുന്നല്ലോ. ഇപ്പോഴത്തെ ഇന്നത്തെ കളക്ഷനോടെയാണ് സിനിമയുടെ കേരള ഗ്രോസ് 80 കോടി കടന്നിരിക്കുന്നത് എന്ന് പ്രത്യേകം അറിയിച്ചുകൊള്ളട്ടെ. സിനിമയുടെ ഇന്നലെ വരെയുള്ള ഞായറാഴ്ച വരെയുള്ള ആകെ 11 ദിവസത്തെ കേരള ഗ്രോസ് 79 കോടി 20 ലക്ഷം രൂപയാണ്. കേരളത്തിന് പുറത്ത് കർണാടകത്തിൽ നിന്ന് 12 കോടി 30 ലക്ഷം ആദ്യ 11 ദിവസങ്ങൾ കൊണ്ട് നേടിയെടുത്ത സിനിമ. തമിഴ്നാട്ടിൽ നിന്ന് 8 കോടി 60 ലക്ഷവും നോർത്ത് ഇന്ത്യയിൽ നിന്ന് 8 കോടി 50 ലക്ഷം ഗ്രോസ് കളക്ഷനും നേടിയെടുത്തിരിക്കുകയാണ്. ഇതുകൂടാതെയുള്ള മറ്റ് ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിൽ നിന്ന് 3 കോടി 70 ലക്ഷം കോടി സിനിമ കളക്ഷൻ നേടിയെടുത്തിട്ടുണ്ട്. ഈ ഇന്ത്യൻ കളക്ഷൻ മാത്രം നോക്കുകയാണെങ്കിൽ 112 കോടിയിൽ പരം ഗ്രോസ് കളക്ഷനാണ് സിനിമ ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ മാത്രം നേടിയെടുത്തിരിക്കുന്നത്. പലർക്കും സ്വപ്നം കാണാവുന്ന കളക്ഷൻ എന്ന് നിസ്സംശയം പറയാം. ഇനി സിനിമയുടെ ഓവർസീസിലെ വിവിധ മേഖലകളിലെ കളക്ഷനിലേക്ക് വരികയാണെങ്കിൽ മിഡിൽ ഈസ്റ്റിൽ നിന്നും, അതായത് ഗൾഫ് നാടുകളിൽ നിന്നും $9.43 മില്യൺ, നോർത്ത് അമേരിക്കയിൽ നിന്നും $2.68 മില്യൺ, UK അയർലൻഡ് $2.075 മില്യൺ, ഓസ്ട്രേലിയയിൽ നിന്നും $0.881 മില്യൺ, അതോടൊപ്പം തന്നെ ന്യൂസിലൻഡിൽ നിന്നും $0.182 മില്യൺ, ജർമ്മനിയിൽ നിന്നും $4,05,000. ഈ പറഞ്ഞ രാജ്യങ്ങൾ കൂടാതെയുള്ള മറ്റ് വിദേശ രാജ്യങ്ങളിൽ നിന്നും $77,000 എന്നിങ്ങനെ കളക്ഷൻ നേടിയെടുത്ത സിനിമ വിദേശ രാജ്യങ്ങളിൽ നിന്ന് ആകെ $16 മില്യൺ മുകളിൽ കളക്ഷൻ നേടിയെടുത്തിരിക്കുന്നു. അതായത് 140 കോടി 55 ലക്ഷം ഗ്രോസ് കളക്ഷൻ നേടിയെടുത്തിരിക്കുന്നു. അങ്ങനെ സിനിമയുടെ ആകെ വേൾഡ് വൈഡ് ഗ്രോസ് വെറും 11 ദിവസങ്ങൾ കൊണ്ട് 252 കോടി 85 ലക്ഷം ഗ്രോസിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. ഇന്നത്തെ കളക്ഷനോടെ 255 കോടിയിലേക്ക് എത്തപ്പെടുമെന്ന നേരത്തെ എസ്റ്റിമേറ്റ് റിപ്പോർട്ടുകൾ ഏറെക്കുറെ ഉറപ്പാക്കുന്ന ലെവൽ കളക്ഷനാണ് സിനിമ ഇപ്പോഴത്തെ നേടിയെടുത്തിരിക്കുന്നത്. ഇനി സിനിമയുടെ എമ്പുരാന്റെ വെർഡിറ്റിലേക്ക് വരികയാണെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ സൂചന നൽകിക്കഴിഞ്ഞതാണ്. വിമർശകർക്ക് ആശ്വാസം നൽകുന്ന രീതിയിൽ സിനിമ ഹിറ്റുമല്ല, സൂപ്പർ ഹിറ്റുമല്ല, ബ്ലോക്ക് ബസ്റ്ററുമല്ല, ഓൾ ടൈം ബ്ലോക്ക് ബസ്റ്റർ വിജയമാണ് എന്ന് പ്രത്യേകം അറിയിച്ചു കൊള്ളട്ടെ. അപ്പോൾ ലാലേട്ടൻ്റെ കരിയറിലെ വലിയ വിജയം നേടിയെടുക്കുന്ന സിനിമയായിട്ട് വലിയ കളക്ഷൻ നേടിയെടുത്ത പൃഥ്വിരാജ് സിനിമ മാറിക്കഴിഞ്ഞിരിക്കുന്നു. കാത്തിരിക്കൂ അടുത്ത എമ്പുരാൻ വാർത്തകൾക്ക്.